ഒരു വാലന്റൈൻസ് ഡേ ദിനത്തിലാണ് കുക്കു തന്നെ പ്രപ്പോസ് ചെയ്തതെന്ന് ദീപ പോൾ. ഗിഫ്റ്റ് ബോക്സിന്റെ ഫോട്ടോയാണ് തനിക്ക് കിട്ടുന്നത്. എന്നാൽ ഇതൊന്നും ശരിയാകില്ല എന്നാണ് താൻ മറുപടി നൽകിയെന്നും ദീപ പറയുന്നു. കുക്കു വളരെ ഇമോഷണലായ ആളാണ്. വേഗം കരച്ചിലൊക്കെ വരും. ഒരു ദിവസം നമ്മളൊരു 10-12 വട്ടം കെട്ടിപ്പിടിക്കും. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് തനിക്ക് ഈ കുക്കുവിനെ ഇഷ്ടമാണ്. നല്ലൊരു സുഹൃത്തായിരുന്നു കുക്കു തനിക്കെന്നും ദീപ പറയുന്നുണ്ട്. വർഷങ്ങൾ കഴിയുന്തോറും നമ്മുടെ ഇഷ്ടം കൂടി വരികയാണ്. വിവാഹത്തിന് മുമ്പേ ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടെന്നും കുക്കുവും ദീപയും പറയുന്നു. തുടക്കത്തിൽ കലിപ്പനും കാന്താരിയും മോഡായിരുന്നു. എന്നാൽ പിന്നെ അത് സെറ്റായി. ഇപ്പോൾ കുക്കു ആളാകെ മാറിയെന്നും ദീപ പറഞ്ഞു. ഉള്ളതുപോലെ തുറന്നു പറയുന്ന ആളാണ് ദീപ. അത് അവർക്ക് ദോഷമായി മാറാറുണ്ടെന്നാണ് കുക്കുവിന് പറയാനുള്ളത്. വിവാഹത്തിന് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോണൊക്കെ എടുത്താണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. കടത്തിന്റെ മുകളിൽ കടമായി നിന്ന സമയത്തായിരുന്നു വിവാഹം. ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിലവ് ചുരുക്കണമെന്ന ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞായി കഴിഞ്ഞാൽ വീട്ടുകാർ സെറ്റാകുമെന്നായിരുന്നു ആളുകൾ പറഞ്ഞത്. എന്നാൽ ദീപ ഭയങ്കര പോസിറ്റീവായി ചിന്തിച്ചിരുന്നു. അത് കാണുമ്പോൾ താനും നല്ല കോൺഫിഡൻസിലായിരുന്നുവെന്നും കുക്കു പറയുന്നുണ്ട്. കുക്കു വളരെ ഇമോഷണലായ ആളാണ്. വേഗം കരച്ചിലൊക്കെ വരും. ഒരു ദിവസം നമ്മളൊരു 10-12 വട്ടം കെട്ടിപ്പിടിക്കും. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സുഹൃത്താണെങ്കിലും ഒരു ചെറിയ ഹഗ് മാത്രമാണ്, അല്ലെങ്കിൽ ടച്ച് മാത്രമാണ് കിട്ടുന്നതെങ്കിലും അത് വേണം. അല്ലെങ്കിൽ ഒരു വലിയ ഭാരമാണ് ഉള്ളിലെന്നും കുക്കു. ഹഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. ശരാശരി എന്നാണ് ഞങ്ങൾ ഇതിന് പറയുക. കാരണം നോർമലായ ഒരു മനുഷ്യന് 7-8 ഹഗ് ഒരു ദിവസം ആവശ്യമുണ്ട്. നമ്മൾ അതിന് നൽകിയ പേരാണ് ശരാശരി. ഞങ്ങൾ ഇമോഷണൽ ആയിരിക്കുമ്പോൾ പറയുന്നതാണ് ശരാശരി വേണമെന്ന്. മാരീഡ് കപ്പിൾസിന് ഇത് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം പ്രേമിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യും. എന്നാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്സാകും. അത് മിസ്സാകാതെ നോക്കണമെന്നാണ് പറയാനുള്ളത്. ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അത്രയും പ്യുവറായി പ്രഷ്യസായി കൊടുക്കേണ്ട ഒന്നാണ് ആ ടച്ച്. മൈൽ സ്റ്റോണിൽ നടത്ത ഇന്റർവ്യൂവിൽ ദീപയും കുക്കും പറഞ്ഞു.